ഒരാളെ ഉയരുന്നതിലും വളരുന്നതിലൊക്കെ വളരെ സന്തോഷിക്കുന്ന ഒരാളാ ഞാൻ. പക്ഷേ നീ വളരുന്നത് വളഞ്ഞും പൊളഞ്ഞും ഒക്കെ. കാരണം നീ ജന്മനാ ഒരു ക്രിമിനലാ. നല്ലവരിൽ നല്ലവരായ പ്രതാപന്റെയും ശേഖരന്റെയും കൂടപ്പിറപ്പായിട്ട് നീ എങ്ങനെ ജനിച്ചു എന്നോർക്കുമ്പോഴാ എനിക്ക് അത്ഭുതം. പറ്റിയൊരു മകനെ നിനക്ക് ദൈവം തന്നു. അമ്മയും മകനും കൂടി താണ്ഡവല്ലേ ഇതിന്റെ അകത്ത്, സംഹാര താണ്ഡവം. പ്രതാപനെ ഒരു നിഷ്കളങ്കന. അവന്റെ നിഷ്കളങ്കത നീ മുതലെടുക്കുക. ഇനിയെങ്കിലും ആ പാവത്തിനെ ചതിക്കാതെയും വഞ്ചിക്കാതെയും നിന്നാ നിനക്ക് തന്നെ കൊള്ളാം. ഇല്ലെങ്കിലേ ഇതിനൊക്കെ ദൈവം ന്യായവിധി നടപ്പാക്കുന്ന ഒരു ദിവസം വരും. ആ വിധി ഈ ഭൂമിയിൽ വെച്ച് തന്നെ നീ അനുഭവിക്കുകയും ചെയ്യും. സ്വന്തം മകനെ പോലെയാണെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചുകൊണ്ട് നീ പ്രതാപനെ ചതിക്കുന്നു. ഈ ചതിക്കുള്ള പ്രതിഫലം നിനക്ക് 10 ഇരട്ടിയായിട്ട് കിട്ടും, നിന്റെ സ്വന്തം മകനിൽ നിന്ന്. ഞാനീ പറയുന്നത് പാഴ്വാക്കല്ല, നീ കുറിച്ചു വെച്ചോ. മകനിൽ നിന്ന് അടി കിട്ടുമ്പോ നീ എന്നെ ഒന്ന് ഓർത്താ മതി. സാറിന്റെ ആരോഗ്യമൊക്കെ തിരിച്ചു കിട്ടും. പക്ഷേ പഴയതുപോലെ മന്ത്രിയാവുന്ന കാര്യത്തില് എനിക്കത്ര ഉറപ്പില്ല. ഇത് വിഷമിക്കണ്ട. സാറ് വീണ തക്കത്തിന് ആനന്ദംപിള്ള പാർട്ടിയിൽ പിടിമുറുക്കിയത്. അനന്തംപിള്ളയും അംബികയും ഇപ്പൊ ഒരമ്മ പെറ്റ മക്കളെ പോലെയാ. അപ്പൊ എന്ത് രാജു? അടുത്ത ഇലക്ഷൻ വരെയല്ലേ, അപ്പോ പാർട്ടി വർമ്മ സാറിന് സീറ്റ് കൊടുക്കും. സാറ് ഏതെങ്കിലും മണ്ഡലത്തില് അംബികയെ നിർത്തും. ജയിക്കോ? ജയിക്കുന്ന മണ്ഡലത്തിലല്ലേ സാർ അവര് നിർത്തൂ. പാവം, ആ പരമദുഷ്ടയാ സാറിന് അത്രയ്ക്ക് സ്നേഹവും വിശ്വാസവും. ആര് പറഞ്ഞാലും അത് മാറുകയില്ല. അവരുടെ കള്ളത്തരങ്ങളെല്ലാം നമുക്ക് അച്ഛനെ ബോധ്യപ്പെടുത്തണം. അവരെ മാത്രം എന്ത് പറഞ്ഞാലും സാർ അവിശ്വസിക്കുമെന്ന് എനിക്ക് തോന്നില്ല. എന്താ രാജു ഇത്? ഇംപോസിബിൾ എന്ന് വിചാരിച്ചിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ രണ്ടുപേരും കൂടി പോസിബിൾ ആക്കിയിട്ടില്ലേ? ഇതിനും പോസിബിലിറ്റി ഉണ്ട്. അംബിക ശരിക്കും ആരാണെന്ന് അച്ഛൻ തിരിച്ചറിയണം. അറിഞ്ഞേ പറ്റൂ. വിശേഷം പ്രത്യേകിച്ച് പറയണ്ടല്ലോ സർ. എന്റെ അസുഖം മാറിയതിന് സന്തോഷമല്ലേ? അതിന് നന്ദി പറയാൻ എല്ലാവരും കൂടി ഭാവന്റെ അടുത്ത് പോയതാണല്ലേ? ലേ പ്രസാദം നിന്ന് അങ്ങനെ മരിച്ചു ജീവിച്ചു വേണോട്ടാ. അറിഞ്ഞ് സാറൊരു പാപം ചെയ്തിട്ടില്ലല്ലോ. അറിയാതെ ചെയ്ത പാപങ്ങളുടെ ശിക്ഷയാണെന്ന് കരുതിയാ മതി. ഞാനൊരു പാവവും ചെയ്തായി ഓർക്കുന്നില്ല വേണോട്ടാ. മനസ്സാവാച കർമ്മണ നമ്മള് പാപമൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. ഞാനാ മന്ത്രി അംബിക മേഡത്തിന്റെ പുതിയ PA. സാറിന് അനുഗ്രഹം കിട്ടിയില്ല. കാലൊന്നും പിടിക്കില്ല ചെയ്യാ. എന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടല്ലോ. ഓ, എന്നാലും സാറൊരു ദ്രോണറല്ലേ. എന്നെ ഒരു ഏലകവ്യനായിട്ട് കണ്ടാ മതി. ഏലകവ്യൻ? എടാ ഏകലവ്യൻ. അത് യവന്മാരൊന്നും എന്റെ അളിയന്മാരൊന്നും അല്ല. പേരൊക്കെ കാണാപ്പാടം പിടിച്ചു വെക്കാൻ. ഏകലവ്യൻ. അംബിക മേഡം അലവലാതി ഫാമിലി ഈയൊരു പോലെ പറഞ്ഞിറങ്ങിയിട്ടുണ്ടല്ലോ. മൈൻഡ് ചെയ്യണ്ട, മന്ത്രിയാണെന്നുള്ള കാര്യം മറന്നുപോരുത്. പോവാം. പ്രതാപ,
ചേച്ചി ഓഫീസിലേക്ക് പോവായിരിക്കും അല്ലേ? ആ അതെ. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. പോങ്ങ ചെയ്യാ. ആ ചേച്ചി നിന്നേ. എന്താ പ്രതാപ? ഞാൻ പറയുന്നത് കൊണ്ട് ചേച്ചിക്കൊന്നും തോന്നരുത്. ചേച്ചിക്ക് എക്സ്പീരിയൻസ് വളരെ കുറവാ, അതുകൊണ്ട് പറയുന്നതാ. പി എ സ്ഥാനത്ത് ചെയ്യാൻ നിന്നോട്ടെ, പക്ഷേ കാര്യങ്ങളെല്ലാം രാജു നോക്കിക്കോളും. പ്രതാപ അത് ചേച്ചി, ഈ ഭരണമെന്ന് പറയുന്നത് വളരെ തലവേദന പിടിച്ചൊരു പണിയാ. ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള എനിക്ക് വരെ കോൺഫിഡൻസ് തരുന്നതും ചതിയിൽ വീഴാതെ രക്ഷിക്കുന്നതും രാജുവാ. ഞാൻ ചേച്ചിയുടെ നന്മയ്ക്ക് വേണ്ടി പറഞ്ഞതാ. എന്നാലും അത് വേണ്ട പ്രതാപ. തൽക്കാലം ഞാൻ പറയുന്ന ചേച്ചി ഒന്ന് കേക്ക്. രാജു, ആ സാർ. നീ എതിര് പറയില്ലെന്നറിയാം. നീ ചേച്ചിയോടൊപ്പം ഓഫീസിലേക്ക് പോണം. ശരി സാർ. ജയൻ എന്റെ ഓഫീസിലേക്ക് ചെല്ല്. അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി. ആ പ്രിയയ്ക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? ഇല്ല സർ. ജയൻ ഒന്നും വിചാരിക്കണ്ട. ജയൻ ഓഫീസിലെ കാര്യങ്ങളൊക്കെ ബഹുമിടുക്കനായിട്ട് ചെയ്തോളൂ. അതുകൊണ്ട് പറയുന്നത്. എന്നാ ചേച്ചി ചെല്ല.